ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മോക്ക് ടെസ്റ്റ് PSCയുടെ പുതിയൊരു കറണ്ട് അഫെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിയമനങ്ങളെല്ലാം പഠിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും കുറച്ച് GK ക്വസ്റ്റ്യൻസും കൂടിയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, നിലവിലെ കേരള ഗവർണർ ആരാണ്? നിലവിലെ കേരള ഗവർണർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാർ ഗവർണറാണ്. നേരത്തെ ബീഹാറിലെ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിലവിലെ കേരള ഗവർണർ. കേരളത്തിലെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സ്വദേശം ഗോവയാണ്. കഴിഞ്ഞ ഒരു PSC എക്സാമിന് ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്വദേശം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിലെ കേരള ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സ്വദേശം ഗോവയാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവർണർ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 153. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഗവർണറുടെ കാലാവധി 5 വർഷം. കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 156. ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 156. ഗവർണർ ആയിരിക്കുന്നതിനുള്ള യോഗ്യത എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 1956 7ാം ഭേദഗതി പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാം. ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാം എന്ന് പറയുന്ന ഭേദഗതിയാണ് 1956 7ാം ഭേദഗതി. ഗവർണർ പദവി ഒരു സ്വതന്ത്ര പദവിയാണ്. ഗവർണർ എന്ന സ്ഥാനം ഒരു സ്വതന്ത്ര പദവിയാണ്. ഔദ്യോഗിക വസതി ഏതാണ്? രാജ്ഭവൻ. ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവനാണ്. പാർലമെന്റിലോ സംസ്ഥാന നിയമസഭയിലോ അംഗമായിരിക്കരുത്. ഗവർണർ ഒരിക്കലും പാർലമെന്റിലോ സംസ്ഥാന നിയമസഭയിലോ അംഗമായിരിക്കരുത്. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഗവർണറുടെ പ്രതിമാസ ശമ്പളം എത്രയാണ്? 3,50,000. ഗവർണറുടെ പ്രതിമാസ ശമ്പളം 3,50,000 ആണ്. ഗവർണറുടെ പ്രതിമാസ ശമ്പളം 3,50,000. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. സി അച്യുതനെ മറികടന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി ആരാണ്? മുൻ മുഖ്യമന്ത്രി സി അച്യുതനെ മറികടന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഇതെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ പിണറായി വിജയൻ ഇസ് റൈറ്റ് ആൻസർ. മുൻ മുഖ്യമന്ത്രി സി അച്യുതനെ മറികടന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ. ശ്രീ പിണറായി വിജയൻ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ധർമ്മടം മണ്ഡലമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ധർമ്മടം മണ്ഡലമാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ തലവനാണ് മുഖ്യമന്ത്രി. നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 164 1. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 164. മുഖ്യമന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 164 1. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിക്ക് ഗവർണറാണ്. മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണർ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ വക്താവാണ് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മുഖ്യമന്ത്രിയാണ്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രിക്കുള്ള അധികാരങ്ങൾ നോക്കാം. വകുപ്പുകൾ നിശ്ചയിക്കുന്നു, വകുപ്പുകളെ പുനർവിന്യസിക്കുന്നു. വകുപ്പുകൾ നിശ്ചയിക്കാനും പുനർവിന്യസിക്കാനുള്ള അധികാരമുണ്ട്. മന്ത്രിസഭാ യോഗങ്ങളിലെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മന്ത്രിസഭാ യോഗങ്ങളിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ, മറ്റു അംഗങ്ങൾ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്നിവരുടെ നിയമനത്തിനും ഗവർണർക്ക് നിർദ്ദേശം നൽകാനുള്ള അധികാരവും ആർക്കുണ്ട്? മുഖ്യമന്ത്രിക്കുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ, മറ്റു അംഗങ്ങൾ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്നിവരുടെ നിയമനത്തിന് ഗവർണർക്ക് നിർദ്ദേശം നൽകാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 15ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? 15ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. VD സതീശൻ. 15ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ്? നോർത്ത് പറവൂർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം നോർത്ത് പറവൂർ ആണ്. അടുത്ത ചോദ്യം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. പിണറായി വിജയൻ 23ാമത്തെ മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ്? ധർമ്മടം മണ്ഡലം. അടുത്തത് AN ഷംസീർ സ്പീക്കറാണ്. പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം തലശ്ശേരി.
അടുത്തത് ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറാണ്, മണ്ഡലം അടൂർ. അടുത്തത് PTA റഹീം പ്രോടേം സ്പീക്കറാണ്, മണ്ഡലം കുന്നമംഗലം മണ്ഡലം. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, മണ്ഡലം ഏതാണ്? നോർത്ത് പറവൂർ. പിണറായി വിജയൻ ധർമ്മടം, AN ഷംസീർ തലശ്ശേരി, ചിറ്റയം ഗോപകുമാർ അടൂർ, PTA റഹീം കുന്നമംഗലം, VD സതീശൻ നോർത്ത് പറവൂർ. അടുത്ത ചോദ്യം, 39ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 39ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, നിധിൻ മധുകർ ജാംദാർ. 39ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദാർ ആണ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിധിൻ മധുകർ ജാംദാർ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിയുടെ ആദ്യ മലയാളിയായ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് KK ഉഷ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മലയാളിയായ ചീഫ് ജസ്റ്റിസ് ആണ് വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് KK ഉഷ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുജാത മനോഹർ. മലയാളിയായ വനിതാ ചീഫ് ജസ്റ്റിസ് KK ഉഷ. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. നിലവിലെ ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദാർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ രജിസ്ട്രാറായി നിയമിതയായത് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാറായി നിയമിതയായത് സോഫി തോമസ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാറായി നിയമിതയായത് സോഫി തോമസ്. ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആണ് ഓമന കുഞ്ഞമ്മ. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണ്? 15ാം കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, AN ഷംസീർ. 15ാം കേരള നിയമസഭയിലെ സ്പീക്കർ AN ഷംസീർ. കേരള നിയമസഭയിലെ നിലവിലെ സ്പീക്കറാണ് AN ഷംസീർ. AN ഷംസീർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? തലശ്ശേരി. AN ഷംസീർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം തലശ്ശേരിയാണ്. കണ്ണൂരിലെ തലശ്ശേരിയാണ് AN ഷംസീർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം. അടുത്ത ചോദ്യം, കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? നിലവിൽ കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, ചിറ്റയം ഗോപകുമാർ. നിലവിലെ കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. അടുത്ത ചോദ്യം, കേരള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആരാണ്? കേരള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, സണ്ണി ജോസഫ്. കേരള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് ആണ്. അടുത്ത ചോദ്യം, നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, K ഗോപാലകൃഷ്ണക്കുറുപ്പ്. നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. അടുത്ത ചോദ്യം, നിലവിലെ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നിലവിലെ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, A ഷാജഹാൻ. നിലവിലെ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A ഷാജഹാൻ. ആരാണ് രത്തൻ യു ഖേൽക്കർ? നിലവിലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ. നിലവിലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ, നിലവിലെ CEO, നിലവിലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ. ആരാണ് V ഹരിനായർ? നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് V ഹരിനായർ. നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ. ആരാണ് KC റോസക്കുട്ടി? നിലവിലെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ് KC റോസക്കുട്ടി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ് KC റോസക്കുട്ടി. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തെ സെൻട്രൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. ആദ്യത്തെ സെൻട്രൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. നിലവിലിത് ജ്ഞാനേഷ് കുമാർ. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 15, ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. നിലവിൽ വന്നത് 1950 ജനുവരി 25-ന്. ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹി. നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. അംഗങ്ങൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 സ്ഥിര അംഗങ്ങളും. ശമ്പളം എത്രയാണ്? 2,50,000. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളം 2,50,000 ആണ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാവുന്നത് വരെ. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 326. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 326. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കാം. ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ
MS കെ രാമസ്വാമി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MS കെ രാമസ്വാമി. നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മൾ നേരത്തെ പറഞ്ഞു A ഷാജഹാൻ. നിലവിലെ CEO, നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 243K. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243K. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. നിയമിക്കുന്നതും രാജിക്കത്ത് നൽകേണ്ടതും ഗവർണർക്കാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും രാജിക്കത്ത് നൽകേണ്ടതും ഗവർണർക്കാണ്. എന്നാൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുകയും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ്. കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വി ഹരിനായർ. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആദ്യത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ്. ആദ്യത്തെ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. നിലവിലെ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? നിലവിലെ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമാരിയ. ആദ്യത്തേത് വജാഹത്ത് ഹബീബുള്ള, നിലവിൽ ഹീരാലാൽ സമാരിയ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നോക്കുമ്പോൾ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നമ്മൾ നേരത്തെ പറഞ്ഞു വി ഹരിനായർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം CIC ഭവനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 15. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-ന്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 1+10. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളും 1+10 ആണ്. നിയമിക്കുന്ന രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഇവിടെ നിയമിക്കുന്ന രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. കാലാവധി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെയും കാലാവധി നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കാലാവധി നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആണ്. അടുത്ത ചോദ്യം. നിലവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? നിലവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. K സച്ചിദാനന്ദൻ. നിലവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. അടുത്ത ചോദ്യം. നിലവിൽ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? നിലവിൽ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ED ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ദിനേശ് IAS. നിലവിൽ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ദിനേശ് IAS. കേരളവുമായി ബന്ധപ്പെട്ട മറ്റു നിയമനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോടേം സ്പീക്കർ. നിലവിലെ പ്രോടേം സ്പീക്കർ ആരാണ്? PTA റഹീം. നിലവിലെ പ്രോടേം സ്പീക്കർ PTA റഹീം. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരൻ. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. നിലവിലെ കേരള ലോകായുക്ത. നിലവിലെ കേരള ലോകായുക്ത ആരാണ്? N അനിൽകുമാർ. നിലവിലെ കേരള ലോകായുക്ത N അനിൽകുമാർ. നിലവിലെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ ആരാണ്? KC റോസക്കുട്ടി. നിലവിലെ സംസ്ഥാന വികസന കോർപ്പറേഷൻ അധ്യക്ഷ KC റോസക്കുട്ടി. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? P സതീദേവി. നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. നിലവിലെ കേരള PSC ചെയർമാൻ ആരാണ്? MR ബൈജു. നിലവിലെ കേരള PSC ചെയർമാൻ MR ബൈജു. നിലവിലെ കേരള DGP ആരാണ്? നിലവിലെ കേരള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. നിലവിലെ കേരള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? CK അബ്ദുറഹീം. നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ CK അബ്ദുറഹീം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ സത്യൻ M. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ M. മലയാളം മിഷൻ ഡയറക്ടർ ആരാണ്? മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? AG ഒലീന. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? U ഷറഫ് അലി. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി. കേരള ബാങ്ക് CEO ആരാണ്? ജോട്ടി M ചാക്കോ. കേരള ബാങ്ക് CEO ജോട്ടി M ചാക്കോ. കേരള ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ.
കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? എം ഷാജർ. നിലവിലെ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബി എസ് മാവോജി. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ബി എസ് മാവോജി. കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജി ശശിധരൻ. കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ജി ശശിധരൻ. സംസ്ഥാന ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ചെയർമാൻ എ റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എ റഷീദ്. ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാണ്? യു വി ജോസ്. ശുചിത്വ മിഷൻ ഡയറക്ടർ, കേരള ശുചിത്വ മിഷൻ ഡയറക്ടർ യു വി ജോസ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകൻ ആരാണ്? MBB തോമസ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി നിയമിതനായത് MBB തോമസ്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണർ ആരാണ്? ഡോക്ടർ PT ബാബുരാജ്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറാണ് ഡോക്ടർ PT ബാബുരാജ്. ഇത്രയൊക്കെയാണ് കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.